റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം. 3 പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ ഏപ്രിൽ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സർക്കാർ അറിയിപ്പ്. രണ്ടാമതായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് എന്നാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകൾ. മൂന്നാമതായിട്ട് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ. സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം. മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് നിലവിൽ 30 കിലോ അരി, അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട തുടങ്ങിയവയാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലാണ്. പക്ഷേ അരി, ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ സൗജന്യമായിട്ട് റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. പഞ്ചസാര താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾക്ക്. രണ്ടാമത്തെ BPL റേഷൻ കാർഡുകൾ എടുക്കാം. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളാണിവ. ഇത്തരം റേഷൻ കാർഡുകൾക്ക് ഓരോ വ്യക്തിക്കുമാണ് ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത്. ഒരാൾക്ക് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത്. ആകെ ലഭിക്കുന്ന കാർഡിലെ അംഗങ്ങളുടെ എല്ലാം കൂടി ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി 3 കിലോ വരെ കുറച്ച് 3 പാക്കറ്റ് ആട്ട ഇവർക്ക് നൽകുന്നതാണ്. ഇതിന് ആട്ടയ്ക്ക് ഓരോ പാക്കറ്റിനും 9 രൂപ മാത്രം ഇവർ മുടക്കിയാൽ മതിയാകും. ഇനി APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ എടുക്കാം. ഇത്തരം റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത്. കിലോയ്ക്ക് 4 എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത്. ഇതുകൂടാതെ ഈ മാസം സ്പെഷ്യൽ അരി കൂടിയുണ്ട്. പരമാവധി 4 കിലോ സ്പെഷ്യൽ അരിയാണ് നീല റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത്. 10 രൂപ 90 പൈസ എന്ന നിരക്കിലായിരിക്കും ഇത്തരത്തിൽ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കുക. വെള്ള റേഷൻ കാർഡുകളുണ്ട് APL വിഭാഗത്തിലെ. സബ്സിഡിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 5 കിലോ ഭക്ഷ്യധാന്യമാണ് ഈ ഏപ്രിൽ മാസം അനുവദിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. പൊതുവിഭാഗം, സ്ഥാപനം എന്ന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾക്ക് 2 കിലോ ഭക്ഷ്യധാന്യം ഇതേ നിരക്കിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരം റേഷൻ കാർഡുകൾക്ക് ആട്ട ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി ത്രൈമാസ മണ്ണെണ്ണ വിതരണം കൂടി ആരംഭിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ മാസങ്ങളിലേക്കുള്ള ആനുകൂല്യമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. റേഷൻ കാർഡ് ആണെങ്കിൽ അത് വൈദ്യുതീകരിച്ച വീടുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ വാങ്ങാൻ സാധിക്കും. ഇനി BPL റേഷൻ കാർഡ് ആണെങ്കിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ വൈദ്യുതീകരിച്ച വീടുകളിൽ ലഭിക്കുന്നതാണ്. ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളുണ്ടെങ്കിൽ 6 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ഇവരുടെ അർഹതയുള്ള വിഹിതമായിട്ട് സർക്കാർ വിതരണം ചെയ്യുക. ഇനി ഇതോടൊപ്പം തന്നെയാണ് ബയോമെട്രിക് മസ്റ്ററിങ്. സർക്കാർ ഇതിനെ സംബന്ധിച്ച തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വയ്യാഴികയുള്ള നിരവധി പേർ മുൻപ് റേഷൻ കടയിലെത്തി മടങ്ങിപ്പോരുകയും അതോടൊപ്പം തന്നെ കിടപ്പുരോഗികളായിട്ടുള്ളവരും തീരെ ആവശ്യമുള്ള വ്യക്തികളും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് നേരിട്ട് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ റേഷൻ വ്യാപാരിയോ വീടുകളിലെത്തി മസ്റ്ററിങ് നിർവഹിക്കുന്ന ഒരു രീതി സർക്കാർ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മസ്റ്ററിങ് സംവിധാനത്തിൽ ഈ കാര്യങ്ങൾ കൂടി ക്രമീകരിച്ചായിരിക്കും പുതിയ മസ്റ്ററിങ് നടത്തുന്നത്. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ റേഷൻ കാർഡുകളുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഓരോ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പോകുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ ഇനി മസ്റ്ററിങ്ങിന് വേണ്ടി ഉദ്യോഗസ്ഥരാണ് എത്തിച്ചേരുന്നത് എങ്കിൽ പോലും കൃത്യമായിട്ട് പരിശോധനകൾ കൂടി ഈ സമയത്ത് നടത്തുന്നതാണ്. BPL മാനദണ്ഡങ്ങൾ ആരെങ്കിലുമൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നാളിതുവരെ വാങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ അത് തിരിച്ചടക്കേണ്ട സാഹചര്യമുണ്ടാകും. മസ്റ്ററിങ്ങിന് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും മസ്റ്ററിങ് ചെയ്യണം. നാട്ടിലില്ലാത്തവർ അത് എത്തിച്ചെയ്യുന്നതിന് വേണ്ടിയും ശ്രമിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതാണ് എന്ന് സർക്കാർ അറിയിപ്പ് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ ആവശ്യത്തിനോ അത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റ് നാട്ടിൽ പോയിരിക്കുന്ന ആളുകൾ അവരുടെ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് കേരളൈറ്റ് NRK എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റണം. അത്തരത്തിൽ അവരുടെ ആനുകൂല്യം നിലവിൽ വാങ്ങുന്ന രീതി ഇപ്പോൾ പലരും തുടരുന്നുണ്ട്. പക്ഷേ അത് അനർഹമാണ്, നിയമവിരുദ്ധമാണ് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.